എസ് അജിംസും സാജിദ് അജ്മലും പാലക്കാട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകും. അജിംസ്, ഇഞ്ചോടിഞ്ചുള്ള ഫൈറ്റിന്റെ ലാസ്റ്റ് ലാപ്പിൽ എല്ലാ തരത്തിലും എഡ്ജെടുക്കാൻ പറ്റിയ ഒരു നീക്കം കോൺഗ്രസ് നടത്തുന്നു. അതും വലിയൊരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടുള്ള കുറേ കാലമായിട്ട് കോൺഗ്രസ് പയറ്റുന്ന ഒരു തന്ത്രപരമായ നീക്കം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സംഗതി. ഇതിൻ്റെ ഒരു തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് കോൺഗ്രസ് അവിടെ നടത്താൻ പോകുന്നത്? പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗോതയിൽ ഇന്നിപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിൽ പ്രചാരണത്തിനെത്തും ഈ സന്ദീപ് വാര്യർ? സൈഫു, ഇതൊരു മാസ്റ്റർ സ്ട്രോക്ക് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇതിനെ വിശേഷിപ്പിക്കുന്നതെങ്കിൽ പോലും ഇതിന് പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ കൂടിയുണ്ട് എന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ ഒന്നാമത്തെ ഇതിന്റെ ഒരു ബെനിഫിറ്റ്, ഇതിന്റെ ഒരു നേട്ടം എന്ന് പറയുന്നത്, ഒരു ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് BJPയും UDFും തമ്മിലാണ് മത്സരം നടക്കാറുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അങ്ങനെയാണ് മത്സരം നടക്കാറുള്ളത്. പക്ഷേ ഇക്കുറി LDF സെറ്റ് ചെയ്ത ഒരു നറേറ്റീവ് ഉണ്ട്. ആ നറേറ്റീവ് എന്താണെന്ന് വെച്ചാൽ BJP 3ാം സ്ഥാനത്താണ്. BJPയിൽ വലിയ വിഭാഗീയതയാണ്, അവർക്ക് ഒട്ടും മുന്നേറാൻ കഴിയുന്നില്ല. LDF P. സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വലിയ തരത്തിലുള്ള ശ്രദ്ധേയമായ മുന്നോട്ടുപോക്ക് നടത്തിയിട്ടുണ്ട് എന്ന ഒരു നറേറ്റീവ് അവർ സൃഷ്ടിക്കുകയും UDFും LDFും തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നതെന്ന് അവസാന നിമിഷങ്ങളിൽ ഒരു തോന്നൽ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കാൻ LDFന് വിജയകരമായി സാധിച്ചിട്ടുണ്ട്. അത് മറികടക്കുക എന്നുള്ളത് UDFനെ സംബന്ധിച്ച് വലിയ ചലഞ്ചായിരുന്നു, ഒരു വെല്ലുവിളിയായിരുന്നു. ആ ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ സന്ദീപ് വാര്യരെ കോൺഗ്രസ് പ്രവേശനത്തിലൂടെ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിൽ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അത് വലിയ തരത്തിലുള്ള തരംഗം ഈ മണ്ഡലത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. സന്ദീപ് വാര്യർ വരുന്നതോടുകൂടി, സന്ദീപ് വാര്യർ നേരത്തെ CPMലേക്ക് പോകുന്നു എന്നായിരുന്നു വാർത്തകൾ പ്രചരിച്ചിരുന്നത്. കോൺഗ്രസിലേക്ക് വരുന്നതോടുകൂടി BJP ഞങ്ങൾ തോൽപ്പിക്കാൻ പോകുന്നു എന്ന ഒരു മെസ്സേജ് വോട്ടർമാർക്ക് കൊടുക്കുകയാണ് UDF ചെയ്യുന്നത്. ഇതിലെ വെല്ലുവിളി എന്ന് പറയുന്നത് സന്ദീപ് വാര്യരുടെ ഒരു ഭൂതകാലം തന്നെയാണ് കോൺഗ്രസ് നേരിടുന്ന വെല്ലുവിളി. അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും നെഹ്റു കുടുംബത്തിനെതിരെ അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങളിലും അല്ലാതെയും ചാനൽ ചർച്ചകളിലുമെല്ലാം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ, ആ പ്രസ്താവനകളുടെ വിഴുപ്പ് കോൺഗ്രസ് പേറേണ്ടി വരും. പക്ഷേ അക്കാര്യത്തിൽ KPCC അധ്യക്ഷൻ KS സുധാകരനും VD സതീശനും ആവർത്തിച്ച് പറയുന്ന കാര്യം, പൂർണ്ണമായ ഒരു പ്രത്യയശാസ്ത്ര മാറ്റത്തിലൂടെയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്നതെന്നാണ്. അതായത് സംഘപരിവാറിന്റെ RSSന്റെ പ്രത്യയശാസ്ത്രം പൂർണ്ണമായും കൈയൊഴിഞ്ഞ് അത് സന്ദീപ് വാര്യർ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. നമ്മളോട് പ്രത്യേകമായി സംസാരിച്ചപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും സെക്യുലർ വോട്ടുകളിലും ന്യൂനപക്ഷങ്ങളിലും ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതം എന്താണെന്ന് വളരെ സൂക്ഷ്മമായി വിലയിരുത്തിയ ശേഷമാകും മുന്നോട്ടുള്ള നീക്കം കോൺഗ്രസ് നടത്തുക എന്നത് ശ്രദ്ധേയമാണ്. തൽക്കാലം ഇപ്പോൾ സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് വിശദമായി തന്റെ പാർട്ടി മാറ്റത്തെക്കുറിച്ചും പ്രത്യയശാസ്ത്ര മാറ്റത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ഒരു തുടർ ചർച്ചയായി, നിരന്തര ചർച്ചയായി നിലനിർത്താൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടോ എന്നും സംശയമാണ്. ഇന്ന് വൈകിട്ട് സന്ദീപ് വാര്യർക്ക് സ്വീകരണം നൽകിക്കൊണ്ട് UDYFന്റെ ഒരു മാർച്ച്, ഒരു റാലി ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വൈകുന്നേരം നടക്കും. എങ്കിലും എന്നോടൊപ്പം സാജിദ് അജ്മൽ കൂടി ചേരുന്നുണ്ട്. സാജിദ്, കോൺഗ്രസ് ഇത് എങ്ങനെയായിരിക്കും സന്ദീപ് വാര്യരുടെ പാർട്ടി പ്രവേശനത്തെ മുന്നോട്ട് കൊണ്ടുപോകും? എന്തൊക്കെ പരിപാടികളായിരിക്കും ആസൂത്രണം ചെയ്യുന്നത്? ഇത് വലിയൊരു നേട്ടമായാണ് കോൺഗ്രസ് പറയുന്നത്. അതായത് ഈ സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ തന്നെ വെറുപ്പിന്റെ ഈ പ്രത്യയശാസ്ത്രത്തിൽ നിന്നും സ്നേഹത്തിന്റെ കടയിലേക്ക് വന്നു. ഒരുപക്ഷെ അത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ആ ഒരു വാക്ക് ഈ സന്ദീപ് പറയണമെന്ന് ഉറച്ച് വെക്കുകയും, നമുക്കറിയാം നേരത്തെ അജിംസ് പറഞ്ഞ പോലെ സന്ദീപിന്റെ ഒരു ഭൂതകാലം, ഈ കൃത്യമായ വർഗീയ നിലപാടുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ പൂർണ്ണമായി മാറ്റിയാണ് അദ്ദേഹം വരുന്നത് എന്ന് പറയുന്നു. ഇനി നമുക്ക് കാണാനുള്ളത് സന്ദീപിന്റെ ഇവിടെയുള്ള സ്വാധീനം ഉപയോഗിച്ച് എത്ര പേരെ ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് പാലക്കാട് നഗരസഭയിലെ 5 കൌൺസിലർമാർ ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലായി BJP വിട്ട് കോൺഗ്രസിനൊപ്പം വരുമെന്നുള്ളതാണ്. അങ്ങനെ അവര് സന്ദീപിനോടൊപ്പം നിൽക്കുന്നവരാണോ? സന്ദീപിനോടൊപ്പം അതിൽ ചില ആളുകൾ ഈ സന്ദീപിന് സമാനമായ രീതിയിൽ ഈ പാർട്ടിയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്, വലിയ അസ്വസ്ഥതകളുള്ള ആളുകളാണ്. അവർ സന്ദീപിന്റെ ഒപ്പം പല രീതിയിൽ ചർച്ച നടത്തിയതാണ്. അതുകൊണ്ടാണ് ഈ സന്ദീപ് അങ്ങനെ 5 പേർ വരികയാണെങ്കിൽ സ്വാഭാവികമായും നഗരസഭാ ഭരണം BJPക്ക് നഷ്ടമാകാം. പിന്നീട് കൂറുമാറ്റ നിരോധന നിയമവും മറ്റ് നിയമപ്രശ്നങ്ങളൊക്കെ വേറെ വരുമെങ്കിലും ഈ പാലക്കാട് നഗരസഭാ ഭരണം ഇവർ വരുന്നതോടുകൂടി താഴെയിടാൻ കൂടി പറ്റിയാൽ അത് കോൺഗ്രസിന് വലിയ നേട്ടമായി ചൂണ്ടിക്കാട്ടാൻ കഴിയും. അതായത് അവർ രാജിവെച്ചില്ലെങ്കിലും പാർട്ടി ചേർന്നില്ലെങ്കിലും അവർ BJPക്കുള്ള പിന്തുണ പിൻവലിച്ചാൽ തന്നെ നഗരസഭയിൽ അധികാരം നഷ്ടമാകും BJP. തീർച്ചയായിട്ടും. അതായത് 28 പേരാണുള്ളത്. കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് 26 28 ആണുള്ളത്. 5 പേർ പിൻവലിച്ചാൽ സ്വാഭാവികമായും ഈ നഗരസഭാ ഭരണം ഈ താഴെ വീഴുന്ന ഒരു അവസ്ഥയിലേക്ക്
പോകും എന്നതിൽ സംശയമില്ല. അല്ല, ഈ സന്ദീപ് വാര്യരുടെ ഈ വരവ് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി, അതുപോലെ പിരായിരി, കണ്ണാടി തുടങ്ങിയ പഞ്ചായത്തുകൾ, ഈ പഞ്ചായത്തുകളിലെ വോട്ട് ബാങ്കുകളിൽ ഏതെല്ലാം തരത്തിലുള്ള ചലനങ്ങളായിരിക്കും ഉണ്ടാകുന്നത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട് നഗരസഭയിൽ തന്നെയാണ്. പാലക്കാട് നഗരസഭയാണ് BJPയുടെ ഒരു കോട്ട എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിന് തൊട്ടപ്പുറത്തുള്ള വടക്കുംതറ, മൂത്താന്തറ ഭാഗത്ത് അവിടെ ഈ സന്ദീപ് വാര്യർക്കും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർക്കും, സന്ദീപ് വാര്യർ ഇവിടെ നിന്ന് ഒരുപാട് ദൂരെയാണ്, ചെത്തല്ലൂരാണ് വീടെങ്കിൽ കൂടി അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് വലിയ സ്വാധീനമുള്ള, അവിടെ പ്രാദേശികമായി നേതാക്കളായ ജനപ്രതിനിധികളായ ആളുകളാണ്. അത്തരം ആളുകൾ കൂടി വരുന്നതോടുകൂടി അത് വലിയൊരു വോട്ട് ബാങ്ക്, ഏതാണ്ട് ഒരു 5000-ഓളം വോട്ട് BJPക്ക് കിട്ടേണ്ട വോട്ട് അത് കോൺഗ്രസിനായി മാറ്റും എന്ന് ഉറപ്പാണ്. കാരണം ഈ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള, ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ ഈ പല രീതിയിൽ ഇതിന്റെ ഒരു സാധ്യതകൾ കണ്ടിട്ടുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ സന്ദീപ് വന്നാൽ നെഗറ്റീവ് ആകുമോ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല, അത് പോസിറ്റീവ് ആകും, BJP വോട്ട് കൂടി വലിയ തോതിൽ വരും എന്ന ഒരു വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സന്ദീപിനെ കോൺഗ്രസിലെത്തി. അതായത് പാലക്കാട് മണ്ഡലത്തിലെ സെക്യുലർ ന്യൂനപക്ഷ വോട്ടുകൾ പാർട്ടിയിൽ നിന്ന് ഇതുകാരണം വിട്ടുപോകില്ല എന്ന് ഉറപ്പുണ്ടോ കോൺഗ്രസ്? അങ്ങനെയാണ് അവർ വിലയിരുത്തുന്നത്. അതായത് അതുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധി പറയുന്ന സ്നേഹത്തിന്റെ കട എന്ന കാര്യം അവർ പറയുന്നത്. അതായത് ഈ സന്ദീപ് വാര്യർ അദ്ദേഹത്തിന്റെ പഴയ ഭൂതകാല സംഘപരിവാർ പ്രത്യയശാസ്ത്രം പൂർണ്ണമായി ഉപേക്ഷിച്ച ഒരാൾ വന്നു കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കണമെന്നുള്ള, ഇന്ന് ഗോവിന്ദ മാഷിന്റെ ഒരു പ്രസ്താവന കൂടിയുണ്ട്. സന്ദീപ് BJP വിട്ടത് നല്ലത് തന്നെയാണ്, പക്ഷെ കോൺഗ്രസിൽ പോയി എന്നുള്ളത്. ഇതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ CPM-നും LDF-നും കഴിയുമായിരുന്നു. പക്ഷേ AK ബാലൻ നടത്തിയ പ്രസ്താവന, AK ബാലൻ പറഞ്ഞത് സന്ദീപ് വാര്യർ നിലപാടുള്ള നേതാവാണ്, അദ്ദേഹം വരികയാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കുമെന്ന തരത്തിലാണ് പറഞ്ഞത്. അതുപോലെ തന്നെ LDF കൺവീനറായ TP രാമകൃഷ്ണനും സമാനമായ കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് പറഞ്ഞ ഏതാനും ആഴ്ചകൾ മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. ആ സമയം അതുകൊണ്ട് തന്നെ അതിനെ LDF-ന് ഇനി അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനും പ്രതിസന്ധി നേരിടുന്നുണ്ട്.